നിർമ്മാതാവ് സജി നന്ദ്യാട്ട് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സജി നന്ദ്യാട്ട്, ഈ കേസിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുകയാണ്. ഡിസംബർ 8-നാണ് വിധി പറയുന്നത്. താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഞാൻ പ്രതീക്ഷ വെക്കുന്നത് എപ്പോഴും അത് ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിധി വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം നമുക്കറിയാം, ഇങ്ങനൊരു കേസ് നമ്മളാരും കണ്ടിട്ടില്ല. ഇതുപോലൊരു ഒരു വിചാരണ, ഒരു പ്രോസസ്സിങ്, എന്താ പറയാ, നമ്മുടെ നളകരുത് ആട്ടക്കഥ പോലെ നീണ്ടു പോയി. എന്തുകൊണ്ട്? കോമൺ സെൻസ് ഉള്ളവർക്കറിയാം തെളിവില്ലാത്ത കൊണ്ടാണെന്നാണ് എന്റെ വിശ്വാസം. സ്വാഭാവികമായും ജനങ്ങൾ വിവരമുള്ളവർ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. 8-ാം തീയതി ദിലീപ് നിരപരാധിയാണെന്ന് വിധി വരും. അഗ്നിശുദ്ധി വരുത്തി ദിലീപ് നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങും. ഒരു സംശയവും വേണ്ട. ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടവരിൽ ദിലീപ് മാത്രമാണ് നിരപരാധി എന്നാണോ താങ്കൾ പറയുന്നത്? എനിക്ക് ദിലീപ് നിരപരാധിയാണെന്നുള്ള കാര്യത്തിലാണ് എന്റെ ഒരു വിശ്വാസം. അത് കാരണം ആ കേസ് ഉണ്ടായ നാൾ മുതൽ ഇപ്പൊ ഇന്ന് സംസാരിക്കുന്നത് ഇതിനെ ഫോളോ ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് എന്റെ ഒരു ധാരണ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമുക്കറിയാം, ഒരു സ്വാഭാവികമായി ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ഒരു തെളിവ് മതി. ഒട്ടേറെ തെളിവുകളുടെ പുറകെ പോകുമ്പോൾ തന്നെ നമുക്കറിയാം തെളിവുകൾ ദുർബലമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോയത്. തെളിവുകൾ എങ്ങനെ ശേഖരിക്കണം? 2ാമത്തെ ബാലചന്ദ്രന്റെ എൻട്രി തന്നെ 1-ാമത്തെ കേസ് തെളിവില്ലാത്തോണ്ടല്ലേ. അത് മലയാളി, കോമൺ സെൻസ് ഉള്ള മലയാളിക്ക് ഇതൊക്കെ അറിയാവുന്നേ. നമ്മളെല്ലാം ചിന്തിക്കുന്നവർ, നമ്മൾക്കെല്ലാം മൂക്ക് താഴോട്ടിരിക്കുന്നവരല്ലേ. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ആലോചിക്കുക, 1-ാം കേസ് വിചാരണ തീരുന്നതിന്റെ തലേ ദിവസം ലാസ്റ്റ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാനിരിക്കെ, ലാസ്റ്റ് സാക്ഷിയെ വിസ്തരിക്കാനിരിക്കെ വളരെ നാടകീയമായി ബാലേന്ദ്രകുമാർ കടന്നു വന്ന് നമ്മൾ കണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താ? അതാ പറഞ്ഞ കോമൺ സെൻസ് ഉള്ള മലയാളിക്ക് കൃത്യമായ കാര്യം മനസ്സിലായി. 1-ാം വിചാരണയിൽ ഒരു തെളിവും ഇല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു നല്ല ഡ്രാമ അവിടെ അരങ്ങേറി. അപ്പൊ അതുകൊണ്ട് തന്നെ 2-ാമത്തെ വിചാരണയും ഇനിയും വിധി പറയാൻ പോകുമ്പോ ബാലേന്ദ്രകുമാർ വന്ന് പറഞ്ഞ ബാലിശമായ കാര്യങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. കേസ് നീട്ടാൻ പറ്റി. അത് ഉദ്യോഗസ്ഥൻ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എൻജോയ് കോർട്ടില് അല്ലെ. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ മലയാളിക്ക് ബോധ്യമാകുന്നോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ചോദ്യം. ബാലചന്ദ്രകുമാർ വരികയും അദ്ദേഹം കോടതിയിലാണല്ലോ കാര്യങ്ങൾ പിന്നീട് പറയുന്നത്. അദ്ദേഹം തെളിവുകൾ ഹാജരാക്കുന്നതും കോടതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും കോടതിയാണല്ലോ ഇത് പരിശോധിക്കേണ്ടത്. കോടതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പരിശോധിച്ച് വിധി പറയാൻ കെൽപ്പുള്ള ഒരു സംവിധാനം കൂടിയാണല്ലോ. അപ്പോൾ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാളെ ബോധപൂർവം എൻട്രി ചെയ്യിച്ചതാണെങ്കിൽ അത് പിന്നീട് കോടതിയിലൊന്നും ഫലം ചെയ്യില്ല എന്നാണല്ലോ താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? അങ്ങനെ ബാലചന്ദ്രകുമാറിനെ കൊണ്ടുവന്ന് വെറുതെ ആളുകളുടെ മുന്നിൽ ഒരു പ്രതീതി ഉണ്ടാക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇത് കേസിൽ എന്തെങ്കിലും നിർണായകമാകുന്നെങ്കിൽ മാത്രമല്ലേ ആ എൻട്രി കൊണ്ടൊരു ഗുണമുള്ളൂ. അല്ല, എന്തെങ്കിലും നമ്മള് ഈ പാറമ്പിട്ട് തപ്പുന്ന പോലെ എന്തെങ്കിലും കിട്ടുമോ? പെട്ടെന്ന് വിധി വരരുത്. ഇതിങ്ങനെ പോട്ടെ. ഇയാളിങ്ങനെ ശാരീരികമായി തളരട്ടെ. മാക്സിമം ചതച്ച് അയാളെ ഇല്ലാതാക്കുക. എന്തോ വീണ്ടും പ്രശ്നമുണ്ടെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഒരു സോഷ്യൽ പ്രഷർ എന്ന് പറയും അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം. അതിന് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കി വീട്ട മാമ്പഴം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ബാലകുമാർ കോടതിയിൽ പറഞ്ഞതെല്ലാം ചാനലിലെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ചാനലിൽ പറഞ്ഞ എന്തോ അതാ കോടതിയിലും പറഞ്ഞതാണ് എന്റെ വിശ്വാസം. അപ്പൊ അതിലൊന്നും ഒരു കഴമ്പോ മെറിറ്റോ ഇല്ല എന്ന് ഞാൻ കരുതുന്നു. എന്റെ ചെറിയ ബുദ്ധിയിലാണ്. ഇനി വലിയ ബുദ്ധിയുള്ളവർ വേറെ കാര്യങ്ങൾ അനുമാനിക്കട്ടെ, എനിക്കതിന് വിരോധമില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദിലീപ് നിരപരാധിയാണെന്നുള്ള എന്നാണ് എന്റെ വിശ്വാസം. മഴയത്ത് നിന്ന് അദ്ദേഹം മഴയേൽക്കാതെ കയറുമെന്ന് ഞാൻ കരുതുന്നു.